ഹലോ റേഡിയൻറ്റ്, ഹലോ ബെറാക്ക. നിങ്ങൾക്കൊരു സദ്വാർത്തമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബെറാക്ക ചർച്ചിലേക്ക് നാട്ടിൽ നിന്നും ഈ അടുത്ത് വന്ന ചില സഹോദരിമാർക്ക് അംഗത്വം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് അംഗത്വം കൊടുക്കുന്നതിന് മുൻപ് ഈ സഹോദരിമാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇവരെല്ലാവരും നാട് വിട്ടിവിടെ ജോലിക്കായി വന്നവരാണ്. പക്ഷെ അവർക്കൊരു പ്രശ്നമുണ്ട്. അവരോട് എന്ത് ചോദിച്ചാലും അവർ പാട്ടിലൂടെ മറുപടി പറയൂ. നമുക്കവരെ അടുത്തറിയാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചാലോ? ചോദിക്കട്ടെ. അതിനുശേഷം തീരുമാനിക്കാം അംഗത്വം കൊടുക്കണോ വേണ്ടയോ എന്ന്. എല്ലാവരും ഉണ്ടല്ലോ. എങ്ങോട്ടാ എല്ലാവരും കൂടെ രാവിലെ? ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, നിങ്ങളുടെ എല്ലാവരുടെയും ഉടുപ്പ് ഒരുപോലെ ഇരിക്കുന്നു. എല്ലാവരും എന്തിനാ ഒരുപോലെയുള്ള ഉടുപ്പിട്ടിരിക്കുന്നത്? ശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാൻ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നിങ്ങളൊക്കെ ഒറ്റയ്ക്കാണോ ഇവിടെ? അമ്മായിയപ്പനും അമ്മായിമ്മയും ഒന്നും കൂടെ ഇല്ലേ? ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. ആട്ടെ, ഭർത്താക്കന്മാരെ പിരിഞ്ഞാണല്ലോ ഇവിടെ. അവരൊക്കെ എങ്ങനെയാ? എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ആഹാ, ഭർത്താക്കന്മാരെ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാണോ? അവർക്ക് തിരിച്ചും നിങ്ങളോട് അങ്ങനെയൊക്കെ തന്നെയാണോ? ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. മക്കളൊക്കെ എന്നെ പറയുന്നു, അവരൊക്കെ നല്ല അനുസരണമുള്ളവരാണോ? ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോടു മത്സരിക്കുന്നു. അയ്യോ, കഷ്ടമായിപ്പോയി. അപ്പം മരുമക്കൾ എങ്ങനെയാ? അവര് വല്ലതും അന്വേഷിക്കാറുണ്ടോ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. മരുമക്കൾ പോരടിക്കാറുണ്ടോ? നിങ്ങൾ എങ്ങനെയാ അവരെ കൈകാര്യം ചെയ്യുന്നത്? തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, ഉയരട്ടെ യേശുവിൻ ജയക്കൊടി, വചനമാം വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ നാം. ഓ, ദുരിതപൂർണമായ ഒരു ജീവിതമാണല്ലോ നിങ്ങളുടെ എല്ലാം. ഈ ജീവിതത്തിൽ നിന്നൊരു മാറ്റം എന്നുണ്ടാകും. ഇന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലെ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ. ഇന്നു തീരുമെന്റെ കഷ്ടമിന്നി മണ്ണിലെ, അന്നു മാറുമെന്റെ ദുഃഖം നിശ്ചയം തന്നെ.
നാട് വിട്ട് യു എയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ജീവിതം? ഇവിടെയൊക്കെ ഇഷ്ടമായോ? നാട്ടമല്ലയോ ഭവിച്ചതെൻ ജീവിതം, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ നാട്ടമല്ലയോ ഭവിച്ചതെൻ ജീവിതം. മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്തതൻ്റെ കൃപയാൽ, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്തതൻ്റെ കൃപയാൽ. എങ്ങനെയുണ്ട് ജോലി സ്ഥലമൊക്കെ? മാനേജ്മെന്റ് ഒക്കെ നല്ലതാണോ അതോ കൂടെയുള്ളവർ പാര പണിയുന്നുണ്ടോ? ഉയരത്തിൽ നിന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയരത്തിൽ നിന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനീശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനീശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിയിടുവാൻ. ഇപ്പോഴാ ഓർത്തത്. യു എയിൽ വന്നതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഇവിടുത്തെ ക്ലോറിൻ വെള്ളം ആയതുകൊണ്ട് മുടിയൊക്കെ നന്നായി പൊഴിയും, ശ്രദ്ധിക്കണം. എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമാവനെൻ നീ അറിയുന്നു. ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഒന്നതിൽ നിലത്തു വീണിടണമെങ്കിൽ ഉന്നതനാരെങ്കേ സാധ്യമാകുള്ളൂ, ഉന്നതനാരെങ്കേ സാധ്യമാകുള്ളൂ. ആട്ടെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് പാസ്റ്റർ പരിചയപ്പെട്ടോ? എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം? അടവീതരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൻ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം പാസ്റ്ററിനെ. അടവീതിരിക്കല്ലേ നാരക എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മെസ്സേജ് കേട്ടാ മാറും. ഭയങ്കര സ്ട്രിക്റ്റാ. വചനത്തിലൂടെ നല്ലത് കിട്ടും. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ. അസിസ്റ്റന്റ് പാസ്റ്റർ ബ്രൈറ്റിന്റെ ആരാധനയൊക്കെ എങ്ങനെയുണ്ട്? ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പതിനെഴുതോ. 10,000 ചൊല്ലിയിടുവാൻ പാരില സാധ്യമഹോ. 10,000 ചൊല്ലിയിടുവാൻ പാരില സാധ്യമഹോ. അസിസ്റ്റന്റ് പാസ്റ്റർ ലെനീഷിന്റെ ബൈബിൾ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? വല്ല പ്രയോജനമുണ്ടോ? നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ചിരിയും കളിയൊക്കെ മാസാവസാനം ആകുമ്പോൾ നിൽക്കും കേട്ടോ. മാസാവസാനം പാസ്റ്റർ ദശാംശം ചോദിക്കുന്ന ഒരു പതിവുണ്ട് ഇവിടെ. അപ്പോൾ പാസ്റ്ററോട് എന്ത് പറയും? പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ പാസ്റ്റർ. ഭാരമെല്ലാം ചുമ
ചുമക്കും. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ പാസ്റ്റർ ഭാരമെല്ലാം ചുമക്കും. ഓക്കെ, ഒരു മാസമായില്ലേ സഭയിൽ വരാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ വിശ്വാസികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? എസ്തേർ സർക്കിൾ എന്ന സഹോദരിമാരുടെ കൂട്ടായ്മ വന്നിട്ട് എന്ത് തോന്നുന്നു? വല്ല പ്രയോജനം ഉണ്ടോ? എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ കൂട്ടായ്മ. എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ കൂട്ടായ്മ. അയ്യോ പാവങ്ങൾ. അവസാനമായി സഭയിൽ ചേരുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടെ. സഭയോടൊപ്പം ചേർന്ന് നടക്കുവാൻ തീരുമാനം എടുക്കുന്നോ, അതോ ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങി പോവോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഞങ്ങൾ വാക്കുമാറുകില്ല. അങ്ങനെയെങ്കിൽ പ്രിയരെ, നമുക്ക് ഇവർക്ക് അംഗത്വം നൽകിയാലോ? എന്തു പറയുന്നു?